നമസ്കാരം സുഹൃത്തുക്കളെ. സുഗതൻ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് മെമ്പർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി വളരെ നാടകീയമായി വളരെ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് മുകളിലേക്ക് വെടിയൊക്കെ ഉതിർത്ത് വളരെ ഭീകരമായി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്ന സീനും അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെ സുഗതനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ആൾക്കാർ വീഡിയോസ് ചെയ്യുന്നുണ്ട്. വി രാജേഷും ഒക്കെ ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന രീതിയിലൊക്കെയാണ് ഇപ്പം അതിൽ വീഡിയോ ചെയ്തിരിക്കുന്നത്. പക്ഷേങ്കിൽ പൊതുജനം ഈ പറഞ്ഞ പോലെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ സംശയങ്ങൾ ഇതൊക്കെയാണ്. ഇങ്ങനെ ഒരാളെ എങ്ങനെയാണ് അവിടെ ഇലക്ഷന് നിർത്തിയതും അയാൾ ജയിച്ചതും എങ്ങനെയാണെന്നുള്ളൊരു സംശയമാണ് എനിക്ക് ആദ്യം ഉണ്ടായത്. കാരണം ഇങ്ങനൊരു കാപ്പാക്കേസ് പ്രതിയൊക്കെ ആയിട്ടുള്ള ഒരാൾ, അതായത് ഇലക്ഷന് മുമ്പ് തന്നെ ആണെന്നാണ്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് തന്നെ കാപ്പ കേസിൽ ഉൾപ്പെട്ട ആളാണ്. അയാൾ എങ്ങനെയാണ് ഇങ്ങനൊരു ഇലക്ഷന് നിൽക്കുന്നതും അയാളെ ഇങ്ങനത്തെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതെന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. അയാൾ എങ്ങനെ ജയിച്ചു എന്നുള്ളതാണ് എനിക്ക് ആദ്യത്തെ സംശയമുള്ള കാര്യം. പക്ഷേ ഈ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആൾക്കാർ അദ്ദേഹത്തിന് അതിൻ്റെ അണികൾ തന്നെ പല അഭിപ്രായം പറയുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ കമൻറ്റ് ബോക്സൊക്കെ വായിച്ചാൽ ഇയാൾ ക്രിമിനൽ ആണെന്നുള്ള രീതിയിലും ഗുണ്ടയാണെന്ന രീതിയിലും ഒക്കെ ഉള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഈ പറഞ്ഞ പോലെ വന്ന് മെഴുകി അവരെ വെളുപ്പിക്കാൻ ശ്രമിക്കാതെ എന്താണെന്നുള്ള കൃത്യമായ കോടതിയിൽ പോയി കേസ് നടത്തി അത് വാസ്തവമൊന്നുമില്ലെങ്കിൽ അയാളെ പുറത്ത് കൊണ്ടുവരിക, എന്നിട്ടാണ് ഈ അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതേപോലെ തന്നെ സംഭവിച്ചൊരു കാര്യമാണ് വീണ തൈക്കണ്ടി എന്ന് പറയുന്ന വീണ വിജയൻ്റെ മകളുടെ മുമ്പിൽ ED അന്വേഷണം നടന്നപ്പോൾ ഉണ്ടായ വലിയൊരു പ്രതിഷേധം. അതൊരു വലിയ പ്രതിഷേധം തന്നെയായിരുന്നു. അതിനകത്ത് പ്രതിഷേധിച്ചവരെയും EDയുടെ വാഹനം തല്ലി തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചപ്പോൾ ഈ പറയുന്ന തോക്കൊക്കെ എന്തെടുക്കുകയായിരുന്നു എന്നുള്ളൊരു സംശയം കൂടെ എനിക്കുണ്ട്. കാരണം ഇത് കാണുമ്പോൾ നമുക്ക് രണ്ടും ഒരേപോലുള്ള ഭീകരാന്തരീക്ഷമാണ് ഉണ്ടാക്കിയത്. ഒരാളുടെ വീട്ടിൽ പോയി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അയാളെ ഈ പറഞ്ഞ പോലെ അറസ്റ്റ് ചെയ്യുന്നു. ഇതേപോലെ തന്നെ ഒരു പിണറായി വിജയനുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു കേസിൻ്റെ പേരിൽ വീണ വിജയനെ ചോദ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുമ്പിൽ ആയിരക്കണക്കിന് ആൾക്കാർ വന്ന് പ്രതിഷേധമുണ്ടാക്കുകയും അവിടെ ഈ പറഞ്ഞ പോലെ പോലീസിനൊന്നും ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയും നമ്മൾ ഒരേപോലെ കാണണം. അത് രണ്ടും ഒന്ന് ക്രിമിനൽ പശ്ചാത്തലമാണ്, ഒന്ന് മറ്റൊന്നാണെങ്കിൽ പോലും രണ്ടും ഒരേപോലെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ട ഒരിടത്തൊരു വീഴ്ചയും ഒരിടത്ത് അവരവരുടെ ഡ്യൂട്ടി നിർവഹിച്ചു എന്ന രീതിയിലാണ് നമ്മുടെ രമേശ് ചെന്നിത്തല, ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആൾ തന്നെയാണ്, അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഈ തൂഫാനൊക്കെ അടിപൊളിയായിട്ട് തന്നെയാണ് പോകുന്നത്, അതിനകത്ത് ഒരു സംശയവുമില്ല. ഇതൊക്കെ നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ നാടും നമ്മുടെ മക്കളും എത്ര നേരത്തെ നന്നായി പോയെന്നാണ് ഞാനിപ്പോഴും ആലോചിക്കുന്നത്. കാരണം മല്ലപ്പള്ളി ഭാഗത്തൊക്കെ ഒരുപാട് ഇതുപോലുള്ള ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നും അങ്ങനെയുള്ള കഞ്ചാവും ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഒരുപാട് ഒഴുകുന്ന ഒരു സ്ഥലം തന്നെയാണ് നമ്മുടെയൊക്കെ ഈ പ്രദേശങ്ങളൊക്കെ തന്നെ. അപ്പോൾ അവിടെയൊക്കെ കൂടെ ഇതൊക്കെ വികസിപ്പിച്ച് ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര സന്തോഷം തരുന്ന കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ ഇതിന് രണ്ടഭിപ്രായവുമുണ്ട്. അപ്പം ഇതിനകത്ത് ഈ രണ്ടഭിപ്രായം നമ്മൾ കേൾക്കുമ്പോഴും രണ്ടും നമ്മൾ ഒരേ സമയത്ത് അടുത്തടുത്ത് കണ്ട സംഭവം തന്നെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് അതിനകത്തൊരു സംശയം തോന്നുന്നത് എന്താ സംഭവം എന്ന്. അപ്പോൾ പോലീസ് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്തു എന്നാണ് ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല സുഗതൻ്റെ കാര്യത്തിൽ പറഞ്ഞ അതേ ഡ്യൂട്ടി നമ്മൾ ഈ പറഞ്ഞ പോലീസുകാർ AKG സെൻറ്ററിന് മുമ്പിൽ ഒന്നും ചെയ്യാൻ പറ്റാതെ വളരെ വിഷണ്ണരായിട്ട് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരു വേർതിരിവുണ്ടാവാതെ എല്ലായിടത്തും ഒരുപോലെ ധീരം പോരാടാനുള്ള അവസരം അവർക്ക് കൊടുക്കണം. അവർ നന്നായിട്ട് തന്നെ എന്തായാലും കൊള്ളാം. ഈ പറഞ്ഞ തൂഫാനും തണ്ടറും ഒക്കെ അടിപൊളിയായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനൊക്കെ ഭയങ്കര ഒരു സല്യൂട്ട് തന്നെയുണ്ട്. അതൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ പുതിയനത്തിലെ ആൾക്കാർ വഴിതെറ്റി പോകുന്നവർക്ക് വേണ്ടി അതൊക്കെ ഒക്കെ ചെയ്ത് തന്നെയാണ്. പക്ഷേങ്കിൽ എല്ലായിടത്തും ഒരേപോലെയുള്ള ഒരു സമീപനം ഉണ്ടാവണം. അപ്പം ഈ വീണ വിജയനെ മെഴുകുന്നവരുമുണ്ട്, സുഗതനെ മെഴുകുന്നവരുമുണ്ട്. പക്ഷേ ഇതിലൊക്കെ നേരിട്ട് ഇപ്പം വീണ വിജയനാണെങ്കിലും EDയെ കാണാൻ മടിച്ചിട്ട് അസുഖമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നു. അപ്പം മടിയിൽ കനവില്ലെങ്കിൽ പോയി നേരിട്ട് ഹാജരായി കാര്യങ്ങൾ രേഖപ്പെടുത്തി തിരിച്ചു വരിക. അപ്പോഴെങ്കിലല്ലേ പോയി അടികൊണ്ട അടികൾക്കെങ്കിലും മനസ്സിലാവൂ അവർ ചെയ്തത് ശരിയാണ്, ഞങ്ങളുടെ വീണയുടെ കാര്യത്തിൽ വീണമോള് പാവമായിരുന്നു എന്ന് മനസ്സിലാവുള്ളൂ. അതേപോലെ തന്നെ സുഗതൻ്റെ കാര്യത്തിൽ ഇത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ പോയി അയാളോട് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ട് ഹാജരാവാത്തത് കൊണ്ട് മാത്രമാണ് 7 ദിവസത്തിനുള്ളിൽ ഹാജരാവുന്നത്. അതും കഴിഞ്ഞിട്ടും ഹാജരാവാത്തതുകൊണ്ടാണ് അയാളെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകേണ്ടി വന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ അയാളുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ അയാൾ എന്തുകൊണ്ട് നേരത്തെ പോയി ഹാജരായില്ല എന്നുള്ളൊരു ചോദ്യം അവിടെ ഉറപ്പായിട്ടുമുണ്ട്. ആ ചോദ്യം തന്നെയാണ് ഞാൻ ഉന്നയിക്കുന്നത്. ഈ രണ്ടുപേരുടെ കേസിലും ഇതേ ചോദ്യം തന്നെയാണ്. മടിയിൽ കനമില്ലെങ്കിൽ വീണ എന്തുകൊണ്ട് EDയുടെ അടുത്ത് പോയി അവർക്ക് പറയാനുള്ളത് അല്ലെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുന്നില്ല? സുഗതൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ എന്തുകൊണ്ട് സുഗതൻ നേരത്തെ പോയി 7 ദിവസത്തിനുള്ളിൽ ചെല്ലണമെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് അദ്ദേഹം പോകാൻ തയ്യാറായില്ല, ഒളിച്ചു നടന്നു? ഇതാണ് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം. അപ്പോൾ ഇതിനൊക്കെ ആൾക്കാർക്ക് ഇത് ഓരോ പ്രദേശത്ത് ഇപ്പോൾ സുഗതൻ്റെ നാട്ടിലുള്ളവർക്കായിരിക്കും അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ വെറുതെ അഭ്യൂഹങ്ങൾ കേട്ടിട്ട് വെറുതെ അവരെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ നിന്ദിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. മടിയിൽ ഇല്ലായിരുന്നെങ്കിൽ വീണയ്ക്ക് പോകണമായിരുന്നു,
സുഗതൻ്റെ ഭാഗത്ത് തെറ്റില്ലാണെങ്കിൽ സുഗതൻ 7 ദിവസം അവർക്ക് സമയം കൊടുത്തതിനകത്ത് അവിടെ പോയി അറസ്റ്റ് വരിക്കണമായിരുന്നു. അതാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഫോളോവും ഒക്കെ ചെയ്യുക. നന്ദി.